എന്റെ ഒരു പ്രസംഗം. വൈക്കം മുഹമ്മദ് ബഷീർ എപ്പോഴും ചായ കുടിച്ചു കഴിഞ്ഞാൽ ഗ്ലാസ് കമഴ്ത്തി വെക്കും എന്നാണ് പറയാറ്. അങ്ങനെ ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നമ്മൾ ആരെങ്കിലും അങ്ങനെ ശീലമുള്ളവരാണോ എന്ന് എനിക്കറിയുമില്ല. സാധാരണഗതിയിൽ അങ്ങനെയല്ല. അപ്പോ കാരശ്ശേരി മാഷ് വൈക്കം മുഹമ്മദ് ബഷീറിനോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചായ കുടിച്ചു കഴിഞ്ഞാൽ ഗ്ലാസ് കമഴ്ത്തി വെക്കുന്നത്? അതിന് വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞ മറുപടി, നമ്മൾ ചായ കുടിച്ചു കഴിഞ്ഞാൽ ഗ്ലാസ്സിൽ ഒരിത്തിരി പോളം ചായ ബാക്കി വരും. അപ്പോ ആ ചായയിൽ ഉറുമ്പുകൾ വന്ന് വീണ് ചത്തൊടുങ്ങും. അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് അദ്ദേഹം ഗ്ലാസ് കമഴ്ത്തി വെക്കുന്നത് എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ഉറുമ്പിന്റെ പോലും ദുരന്തത്തിന് താൻ കാരണമായിക്കൂടാ എന്നൊരു ചിന്തയാണ്. അതിന് ഉറുമ്പ് സ്നേഹം എന്നല്ല പറയാ, അതിന്റെ പേരാണ് മനുഷ്യ സ്നേഹം. മനുഷ്യ സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് മറ്റുള്ള ഒരു മനുഷ്യനോടുള്ള സ്നേഹം എന്നല്ല അർത്ഥം. മനുഷ്യന്റെ ഉള്ളിൽ സർവ്വചരാചരങ്ങളോടുമുള്ള സ്നേഹം എന്നാണ് അർത്ഥം. പ്രിയപ്പെട്ടവരെ, ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇവിടെ നിരവധി കലാമത്സരങ്ങൾ നടന്നു കാണുമല്ലോ. അതിൽ A+ഉം Aയും Bയും ഒക്കെ കിട്ടിയവര് കാണും, അല്ലെങ്കിൽ 1 or 2 പോയിന്റിന് പിറകിലായി പോയവരും കാണും. പക്ഷേ രണ്ടാമനുണ്ടെങ്കിലേ ഒന്നാമന് വിലയുള്ളൂ എന്ന സത്യം നാം മറന്നുകൂടാ. ഇവിടെ പങ്കെടുത്ത എല്ലാ കൂട്ടുകാർക്കും എന്റെ അഭിനന്ദനങ്ങൾ. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എല്ലാ മത്സരത്തിലും A+ വാങ്ങുന്നവരാണ് മിടുക്കരെന്ന് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കരുത്. മനുഷ്യനെ മനസ്സിലാക്കുക എന്നതിനേക്കാൾ വലിയ വിദ്യാഭ്യാസം ഒരു മത്സര പരീക്ഷകളും നമ്മുടെ മക്കൾക്ക് സമ്മാനിക്കുന്നില്ല. ജീവിതത്തിലെ A+ നേടുന്നവന്റേതാണ് ലോകം. പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും A+ കിട്ടാതെ പോവുകയും കഷ്ടിച്ച് ജയിക്കുകയും ചെയ്താലും സഹജീവിയുടെ കണ്ണു നിർക്കടക്കാൻ നിന്റെ തൂവിരൽ തുമ്പുയർത്താൻ നിനക്ക് കഴിഞ്ഞാൽ വേദനിക്കുന്ന ഒരു മനുഷ്യന്റെ തോളിൽ കൈത്തലം അർപ്പിച്ച അവനെ ചേർത്ത് നിർത്താൻ കഴിഞ്ഞാൽ അതിനേക്കാൾ മികച്ചതല്ല ഒരു പരീക്ഷയിലെയും A+ എന്ന് നിങ്ങളെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് രക്ഷിതാക്കൾക്ക്. നല്ല മനുഷ്യരായി ജീവിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മനസ്സകമിൽ മാനവികത പൂത്തിരയാൻ ഈ വേദി കാരണമാകട്ടെ.